എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട? മുത്തേ പറയും. പറഞ്ഞു. എന്താണ്? തെലുങ്ക്. തെലുങ്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഓക്കെ. ആയിവാ, പെർഫെക്റ്റ്. ടൈൽ. പെർഫെക്റ്റ് പെർഫെക്റ്റ്. അടുത്ത് വെച്ചു തുടങ്ങാം. കത്തിക്ക്. കത്തിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ അങ്ങനെയായിരുന്നു, കത്തുന്നില്ല. മഴ ആയതുകൊണ്ടാണ്. ഒന്ന് തീ പിടിച്ചു വരുമ്പോഴത്തേക്കും 2 തുള്ളിയും വന്നില്ല. 2 തുള്ളിയിൽ അണയുന്നതാണോ നിന്റെ തീ? അതിനുള്ളതല്ലേ കിട്ടുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ കിട്ടിയേക്കുന്നുണ്ടല്ലോ. എന്താണെങ്കിലും എന്താണ് ഞാൻ നോക്കിയില്ല, കേട്ടാ മതി. ബുച്ചി ബാബു സന മഹേഷ് ബാബു മൂവി കേട്ടു മാത്രല്ല ഞെട്ടിയും ചെയ്തു. സമാധാനം കിട്ടിയില്ലേ? സന്തോഷമായി. എന്താണെങ്കിലും സിനിമ SSMB 29 ശേഷം, അതായത് മഹേഷ് ബാബുവിന്റെ വരുന്ന സിനിമ ബുച്ചി ബാബു സന ഡയറക്ട് ചെയ്യുന്നതായിരിക്കും. അതിന് ശേഷമായിരിക്കും നാഗശ്വിൻ. അടിപൊളി. റോന്ത് സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഷാഹി കബീർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ ജൂൺ 12 13 ജൂൺ 13 റിലീസ്. 13-നാണോ 12-ആണോ? 13-ന് മറ്റേ ഇതല്ലേ വ്യസന സമേതം? അതെ അതെ അതെ, അന്ന് തന്നെയാണോ? റോന്ത് എന്താ നോക്കട്ടെ, നമുക്ക് നോക്കാലോ. നീ എടുത്തല്ല, പിന്നെ നോക്കിക്കോ. അടുത്തത് കാട്ടാളൻ. സിനിമയുടെ ജൂൺ 13 അപ്പൊ സോറി. എന്താണെങ്കിലും സിനിമയില് അടുത്ത ആള് ഓൺ ബോർഡ് ആയിട്ടുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ. ഓക്കെ. അടുത്ത കിഴി ഡ്രാഗൻ. പ്രശാന്ത് നീലും NTR ഒരുമിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ 2 തുള്ളി. അതായത് ഡ്രാഗൻ എന്നുള്ളതായിരുന്നു അതിൻ്റെ പേര് ഇട്ടിരുന്നത്. എന്നാൽ ആ പേര് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. കാരണം ഇതിന് വേറെ അവകാശികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു പേര് ഇവർ താപ്പണം. എനിക്ക് തോന്നുന്നു പ്രശാന്ത് നീൽ ഇതിനും വലിയ വിളവനാ. അതുകൊണ്ടാണ് SS രാജമൗലിയോട് ആദ്യം തന്നെ പറഞ്ഞത് ഡ്രാഗൺ ആയിരിക്കും പേരെന്നുള്ളത്. അത് പുറത്തു പോയാലും പ്രശ്നമില്ല, എന്തായാലും വേറെ പേരിടേണ്ടി വരുമെന്ന്. അത്രേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം. അടുത്തത് സെയ്യാറെ. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. റിലീസ് ഡേറ്റും ഉണ്ട് കേട്ടോ, ജൂലൈ 18. മോഹിത് സൂര്യയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അഹാൻ പാണ്ഡെയും പിന്നെ ആരായിരുന്നു? അനീത് പഡ. ഇവർ രണ്ടുപേരും പ്രധാന വേഷത്തെത്തുന്ന സിനിമ. YRF ആണോ, അതായത് യാഷ്രാജ് ഫിലിംസ് ആണ് നിർമ്മിക്കുന്നത്. ഓക്കെ. അടുത്തത് രണ്ടാമത്തെ തുള്ളി വരുന്നുണ്ടോ നോക്ക്. ഇല്ല. ഇത് വലിയ തുള്ളിയാണ്. കുറച്ച് നിന്റെ തലയിൽ തന്നെയാണോ അല്ലേ? രക്തം പിടിച്ച സിനിമയാണത്. അയ്യോ, രജനികാന്ത് അഭിനയിച്ച സിനിമയാണ് ലാൽ സലാം. സിനിമയുടെ CD ഒക്കെ കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. CD കിട്ടിയെന്നാണ് കേട്ടത്. എന്തായാലും ഇതിൽ വരുന്നുണ്ട്. എന്താണ് ജൂൺ 6-നോ 7-നോ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. 6-ന് ഓൾറെഡി മറ്റത് വരുന്നതുകൊണ്ട് ലാൽ സലാം വരട്ടെ. 6-ന് ഏത് വരുന്നതുകൊണ്ട്? 5-നാണല്ലോ മറ്റേ തഗ് ലൈഫ് 5-ന്. 6-ന് നമുക്ക് മറ്റേ അതുണ്ട്, 2 സിനിമ ഉണ്ട്. ഒന്ന് ചോട്ടാ മുംബൈ റിലീസ് ഉണ്ട്, പിന്നെ ആഭ്യന്തര കുറ്റവാളി. വേറെ ഏതൊന്നും കൂടി ഇല്ലേ? വേറെ ഉണ്ടോ? അടുത്തത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. എപ്പോഴും നിനക്കാണല്ലോ കിട്ടുന്നത് തുടർച്ചയായിട്ട്. എന്താണാവോ? കുട്ടിയല്ലേ കുട്ടി അഭിനയിക്കുന്ന ഇവന്റെ കുട്ടിയാണ് അനശ്വര രാജൻ. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്റെ പൊന്നോ, ഫൈങ്കിള് വെറുതെ നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിച്ചു ഞാൻ. സോറി, ക്ഷമിക്കണം. വിപിൻ S സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. വിപിൻ ദാസ് ആണ് പ്രൊഡക്ഷൻ. അപ്പോൾ ആ ഒരു ശ്രേണിയിൽ വരുന്ന ഏത് ഗുരുവായൂർ അമ്പല നടയിൽ, പിന്നെ ഏതാ പൈങ്കിളി ആളല്ലേ? ജിത്തുമാധവനായിരുന്നു സ്ക്രിപ്റ്റ്. ഇത് ഗുരുവായൂർ അമ്പല നടയില്, വാഴ, ഈ ഒരു ലെവലിൽ വരുന്ന പരിപാടി. അപ്പൊ കുറച്ചൊക്കെ പ്രതീക്ഷിക്കാം. ഒരു ഹാഫ് ടൈം വരെ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് കഴിയുന്നുള്ളൂ. അടുത്തത് AK-64
കുറച്ചധികം ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. വൺ കാസ്റ്റിംഗ് ഒക്കെയാണ്. AK-64 ധനുഷ് സംവിധാനം ചെയ്യുമെന്നുള്ള ഒരു റൂമർ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മൾ ഇന്നത്തെ കീഴിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒഫീഷ്യലി ഒഫീഷ്യലി ഡ്രോപ്പായി. ഈ സിനിമ അതിക് രവിചന്ദ്രൻ തന്നെ സംവിധാനം ചെയ്യും. ഇതിൽ നായികമാരായിട്ട് വരുന്നത് നയൻതാര, പൂജ ഹെഗ്ഡെ, ഇവർ രണ്ടുപേരും വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ. GVP മ്യൂസിക് ചെയ്യും. പിന്നെ ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങും. മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്നു. അപ്പം ഗുഡ് ബാഡ് അഗ്ലി ശേഷം മൈത്രി മൂവി മേക്കേഴ്സ്. 2 ലുക്ക് ഉണ്ടാവും. ഗുഡ് ബാഡ് അഗ്ലി 2 അല്ല, ഗുഡ് ബാഡ് അഗ്ലി 2 ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും. ദൃശ്യം കൂടി വന്നാൽ കറക്റ്റ് തികഞ്ഞായിരുന്നു. അടുത്തത് ദൃശ്യം 3. വാവ്, ഹിന്ദിയാണ് കേട്ടോ. ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് ഇനി നിങ്ങളെ നോക്കി നിൽക്കാനുള്ള സമയമല്ല. എന്താകും എന്തോ അതൊന്നും അറിഞ്ഞൂടാ. ജിത്തുവിനെ വിളിച്ചിട്ടുണ്ടോ? അല്ല, നിങ്ങൾക്ക് ഇറക്കാനുള്ള പ്ലാൻ ഉണ്ടോ? സത്യം പറയട്ടെ, വെറുതെ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. സ്റ്റോറി ഒന്നും ആയിട്ടില്ല. മേ ബി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പ ചെയ്യുന്നു. അന്ന് ഞങ്ങൾ ചെയ്യാൻ പോകണമെന്ന്. ഇവർക്ക് സ്റ്റോറി ഒന്നും വേണ്ടല്ലോ. അവർക്ക് അതാ ഞാൻ പറഞ്ഞത്, എന്താകി കളയൂ എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും ഗാന്ധി ജയന്തി ദിവസം 2026 സിനിമ റിലീസ് എത്തും എന്നാണ് കേൾക്കുന്നത്. അഭിഷേക് പതക് ഡയറക്ട് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ഇത് വേറൊരു സംഭവം ഉണ്ട്. ഇത് ചിലർക്കും അറിയില്ല ഇത് റീമേക്ക് ആണെന്നുള്ളത്. അവിടുത്തെ ആൾക്കാർക്ക് അതൊന്നുകൂടി അതിലൂടെ അത് അവരത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇറക്കും എന്നുള്ള ഒരു കാണിക്കാനും കൂടി ആയിരിക്കാം. പിന്നെ വേറൊന്നും കൂടി ചിന്തിക്കാം. അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവിടെ മലയാളത്തിൽ പിന്നീട് ഇറങ്ങുമ്പോൾ അവിടുത്തെ എടുത്തിട്ടായിരിക്കും ഇവിടെ ചെയ്യുന്നതെന്നുള്ളൊരു സാധനം നടക്കൂല മക്കളെ. കാണുമ്പോ വ്യത്യാസം മനസ്സിലായി. അതെ, അതാണ്. അത് ഞങ്ങൾക്ക് 100-110% ഉറപ്പാണ്. അത് നമ്മൾ തന്നെ മുകളിൽ. ഓക്കെ, എന്തായാലും കിട്ടിയിരിക്കുന്നത് അമൽ നീരദ് ലാലേട്ടൻ മൂവി. സ്ക്രിപ്റ്റ് ഒരുക്കുന്നത് വിൻസെന്റ് വടക്കൻ, പിന്നെ അമൽ നീരദ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് എന്നുള്ളതാണ് കേൾക്കുന്നത്. അങ്ങനെയാണല്ലോ അമൽ നീരദിന്റെ രീതി. അങ്ങനെയാണ് സ്ക്രിപ്റ്റിൽ എപ്പോഴും അമൽ നീരദ് കൂടി ഉണ്ടാവാറുണ്ട്. ആര് എങ്ങനെ എഴുതിയാലും അതിൽ തൻ്റെ പേരും ഉണ്ടാവുമെന്ന് ആളുടേതായ രീതിയിലുള്ള ഐഡിയാസ് പറയുന്നുണ്ടാവാം. എന്തായാലും സ്ക്രിപ്റ്റ് എടുക്കുന്നത് ഇവരാണ്. ഗംഭീരമാവട്ടെ. അപ്പോൾ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. 1-1 സമനിലയിൽ പൊളിഞ്ഞിട്ടുണ്ട്, പിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോട്ടെ, മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ കാണാം. ബൈ.